ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ല കിഡിലൊരു പച്ചമാങ്ങ കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാവുന്നതാണ്. എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു മാങ്ങാ കറിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇപ്പോൾ നമ്മുടെ മാങ്ങാ കറിക്ക് ആവശ്യത്തിന് ഞാനൊരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കൂടി ഇതേപോലെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പൊക്കെ ശരിയാക്കിയെടുക്കണം. അപ്പോൾ കറിക്ക് വേണ്ടുന്ന അരപ്പിന് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും മുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ മിക്സിയിൽ നന്നായിട്ട് നമുക്കത് അരച്ചെടുക്കണം. മുളക് പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഇതേപോലെ അരഞ്ഞു കിട്ടണം. ഈ സമയം കൊണ്ട് നമ്മുടെ ആ മാങ്ങാക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റേ നമുക്കിതിന് എടുത്തിട്ടുള്ളൂ എല്ലാം കൂടി ചെയ്തു വരുന്നതിനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മാങ്ങ കട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു. അല്ലാതെ ഈ കുക്കിംഗ് ടൈം മാത്രമാണ് ഞാൻ 5 മിനിറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തൈര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തൈര് എത്ര അധികം ചേർക്കുന്നോ അത്രയും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ കറിക്ക്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ തൈര് ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന കടുക് കൂടി വറുക്കണം. അപ്പോൾ കടുക് വറുക്കുന്നതിനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക്, കറിവേപ്പില, പിന്നെ വറ്റൽമുളകുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കടുക് വറുത്തതിന് ശേഷം നമ്മൾ അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറി ഇരുന്ന് കുറുകുന്നതാണ്. അതുപോലെ ടേസ്റ്റും കൂടുന്നുണ്ട്. ടേസ്റ്റ് കൂടുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ 2-3 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.